ഹലോ, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. മണാലി പോയപ്പം പാരാഗ്ലൈഡിങ്ങിന് കയറിയിരുന്നു. എല്ലാവരും പാരാഗ്ലൈഡിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് ഞാനും പൈസയൊക്കെ കൊടുത്ത് അത് പോകാമെന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല. എല്ലാവരും പോകുന്നുണ്ട്, കൂടെ ഞാനും പോയി. കോട്ടും ബെൽറ്റും തലയിലൊരു ഹെൽമെറ്റും ഒക്കെ വെച്ച് വീഡിയോ എടുക്കാനുള്ള ക്യാമറയും തന്നു. ഒരാൾ നമ്മളെ കൂടെ പോരും, 2 പേര് അത് അപ്പുറം ഇപ്പുറം നിന്ന് ഇനി ഒറ്റ ഉന്തങ്ങ് ഉന്തി പേടിച്ചിട്ട്. അപ്പോഴാണ് മനസ്സിലായത് അങ്ങ് പോവുകയെന്ന്. 1.5 പോക്കേനി. ഒരു ബോധമില്ലാതെ അങ്ങനെ ആ ഒരു പോക്കങ്ങ് പോവുക. ഇത് എത്ര ഉയരത്താണെന്നോ ഒന്നും അറിയില്ല. തലയിലാകെ ഒരു ചെറിയ ഒരു ഉണക്ക തൊപ്പിയുണ്ട്, വേറെ ഒരു സെക്യൂരിറ്റി ഇല്ല. തണുപ്പ് വേറെ, താഴെ വീണ പൊടി പോലും കിട്ടില്ല, അത്രയും ഉയരത്താണ് ഇതുള്ളത്. കണ്ടാൽ മനസ്സിലാവില്ലേ, താഴോട്ട് അത്ര ഇതാണ്. ഒരുപാട് മുകളിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുക. ആകെ ആ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു തുണി പോലത്തെ ഒരു സാധനമുണ്ട്. ആ 2 വള്ളിയിലും പിടിച്ച് അവൻ്റെ ഒരു ബാലൻസിങ്ങിലാണ് ഇത് പോകുന്നത്. ഇതൊന്നും അറിയില്ലല്ലോ. എല്ലാവരും പാരാഗ്ലൈഡിങ്ങിന് കയറാൻ ഞാൻ ആ കൂടെ കയറി. അങ്ങ് ഒരു മന്ദതയിലങ്ങനെ ഇരിക്കുക. എന്താണെന്നൊന്നും അറിയില്ല. പാരാഗ്ലൈഡിങ് കേട്ടത് കൊണ്ട് എല്ലാവരും കയറി, ഞാനും കയറി. അങ്ങനെ ഏതൊരു സിനിമയിലുണ്ട്, ശങ്കരാടി ഇന്നസെൻ്റൊക്കെ ഇരിക്കുന്ന ഒരു ഇരിപ്പ് അങ്ങനെ ഇരിക്കുക. ആ ഇരിപ്പ് കണ്ടറിഞ്ഞൂടെ, പേടിച്ചിരിക്കുക. പേടിച്ചാണെങ്കിലും പേടിയല്ല, എന്തോ ഒരു തരം മരവിപ്പിലാണ്. തണുപ്പുകൊണ്ട് വേറെ, എന്നാലും ഇങ്ങനെ ഇരിക്കുന്നേ. എല്ലാ കാഴ്ചകളൊന്നും ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല. കുറച്ച് കാണായികയുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് താഴോട്ട് നോക്കും. താഴത്തേക്ക് എത്തുമോ എന്താണെന്നൊന്നും അറിയില്ലോ. ആദ്യത്തെ ഒരു അനുഭവമാണിത്. തണുപ്പ് നല്ല അടിപൊളി തണുപ്പാണ്. മണാലിയല്ലേ, മുകളിൽ പോകുന്നതിനനുസരിച്ച് തണുപ്പ് കൂടുക എന്നല്ലാണ്ട്. പിന്നെ നല്ല മഞ്ഞുകാലം അല്ലാത്തതുകൊണ്ട് എന്നാലും നല്ല തണുപ്പാണ്. കാഴ്ചകളൊക്കെ ഉണ്ട് താഴത്ത് കാണാൻ, പുഴകളും ഒരുപാട് വീടുകളും നമ്മളെ കടുകിൻ്റെ തോട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും കാണുന്നുണ്ടെങ്കിലും കൂടി അത്ര അങ്ങോട്ടൊരു രസത്തിലുള്ള കാഴ്ചയല്ല. സാധാരണ അവരിതാ തിരിച്ചും മറിച്ചൊക്കെ ഒരുപാട് നല്ലോണം ചരിക്കുകയൊക്കെ ചെയ്യും. എന്നെ അത്ര അങ്ങോട്ട് അവർ ചരിച്ചില്ല. എൻ്റെ ഇരിപ്പ് കണ്ടിട്ടാണ് തോന്നുന്നത്. കണ്ടില്ലേ, നല്ലോണം അവർ നല്ല ചരിക്കലൊക്കെ ചരിക്കുന്നുണ്ട്. ഇതിന് മുന്നേ പോയ ആൾക്കാരെയൊക്കെ അങ്ങോട്ട് ചരിച്ച് മറിച്ച പോലെയൊക്കെയാണ് അവർ പോയത്. എന്നെ കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല, അയാൾ അധികം അങ്ങോട്ട് ചരിച്ചില്ല. പിന്നെ ഭാഷയും മനസ്സിലാവില്ല. അയാൾ ചോദിക്കുന്നൊക്കെ ഉണ്ട്, എന്തൊക്കെ സംസാരിക്കുന്നുണ്ടൊക്കെ. പിന്നെ എനിക്ക് അത്ര ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയുമില്ല. മണാലിയിലൊക്കെ പോകണവർ ഇതിലൊക്കെ ഒന്ന് കയറി നോക്കണം. ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. പേടിയൊക്കെ ഉണ്ടാവും, എന്നാലും ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. വീണ താഴത്ത് പൊടി പോലും കിട്ടാണ്ടാവില്ല, അത്രയും ഉയരത്താണുള്ളത്. വീഴുന്നുള്ള കയറുമ്പോൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ, വീഴുന്നൊന്നുമില്ല. ഇത് ഇത്ര ഉയരത്താന്നുള്ളതൊന്നും മനസ്സിലാവില്ല. കയറി കഴിയുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്.
താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കുറച്ച് കുറച്ച് താന്ന് വരുന്നുണ്ട്. താഴെ പുഴയൊക്കെയാണ്, എവിടെ വന്ന് ഇറങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. കരയിൽ കൊണ്ടിറക്കുമോ പുഴയിലിറക്കുമോ? കുറച്ച് ആദ്യം വന്നവരൊക്കെ കാണുന്നുണ്ട് താഴെ. അയാൾ കാല് മുന്നോട്ട് വെക്കുന്നൊക്കെ പറയുന്നത് മനസ്സിലായി. നേരെ നൂർത്തി വെച്ചോന്നാണ് പറഞ്ഞത്. എത്താനായി 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 രക്ഷപ്പെട്ടു. സീറ്റിലൊരു സ്പോഞ്ച് ഉള്ളതുകൊണ്ട് കഴിച്ചിലായി. ദൈവമേ, രക്ഷപ്പെട്ടു, കഴിച്ചിലായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.